ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ടിസ്റ്റ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് യൂട്യൂബിൽ തമ്പനെയിൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു അടിപൊളി ആപ്പ് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ നമ്മൾ തമ്പനെയിൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന 1-2 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. വീഡിയോ മൊത്തത്തിൽ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിക്കും കൂടി എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ആപ്പിൻ്റെ പേരാണ് പിക്സെല്ലാബ്. നമുക്കിത് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ പിക്സെല്ലാബിൻ്റെ മുകളിൽ ഒരു 3 ഡോട്ട് ഉണ്ടാവും. ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നമ്മുടെ സൈസ് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ അവിടെ കസ്റ്റം എന്നുള്ളിടത്ത് താഴെ കണ്ടോ സ്ക്വയർ, പ്രൊഫൈൽ പിക്ചർ. അപ്പോൾ അതിൻ്റെ താഴെ യൂട്യൂബ് തമ്പനെയിൽ ഉണ്ടാവും. അപ്പോൾ അത് ഓക്കെ കൊടുത്താൽ നമുക്ക് ആ തമ്പനെയിലിൻ്റെ അതേ സൈസിലുള്ള സ്ക്രീനായിരിക്കും നമുക്ക് വരിക. ദെൻ നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൽ ഗാലറിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഗാലറിയിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള പിക്ചർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് നമുക്ക് വേണ്ട രീതിയിലൊന്ന് ക്രോപ്പ് ചെയ്തിട്ടൊക്കെ ഒന്ന് മാറ്റിക്കളയാം. ഓക്കെ, ഞാനിതിൽ 2 പിക്ചേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പിക്ചർ വന്നിട്ട് നമുക്കതിൻ്റെ സൈസൊക്കെ നമുക്കൊന്ന് ഏത് രീതിയിലാണോ നമുക്ക് വേണ്ടത് അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കോർണറിൽ പിടിച്ച് വലിച്ചാൽ നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഞാനൊരു 2 ഭാഗമായി 2 പിക്ചേഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പിക്ചർ സെലക്ട് ചെയ്തു. ദെൻ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഗാലറിയിൽ വീണ്ടും പോയിട്ട് അടുത്ത പിക്ചർ സെലക്ട് ചെയ്തു. ദെൻ അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ക്രോപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഫിറ്റ് ആക്കിയിട്ട് വെക്കാം. ഓക്കെ, ഇനി നമുക്കിതിൽ താഴെ കണ്ടോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് താഴെ. ആ 3 സർക്കിൾ പോലെയുള്ളതിൽ ഓണായി കിടക്കുന്നത് നമുക്ക് ഫിൽറ്റേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. then താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിതിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എഡിറ്റ് കൊടുത്താൽ നമുക്ക് നേരെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ടെക്സ്റ്റാണോ ആഡ് ചെയ്യേണ്ടത് ആ കാര്യം നമുക്കവിടെ എഴുതി കൊടുക്കാം. ദെൻ അതിൻ്റെ ഫോണ്ട് മാറ്റാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് അവിടെ തന്നെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ടും ഫോണ്ട് മാറ്റാം. ദെൻ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം താഴെ കണ്ടോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലിതാ ഫോണ്ട് സൈസ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്. അപ്പോൾ സൈസ് നമുക്ക് വേണ്ട രീതിയിലൊന്ന് കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ കളർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മറ്റുള്ള ആപ്പുകളിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ദെൻ ഈ കളർ സെലക്ട് ചെയ്തിട്ട് അതിന് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനും അതുപോലെ ഫോണ്ട് മാറ്റാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഫോണ്ട് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള ഫോണ്ടാക്കി കൊടുക്കാം. ദെൻ അത് നമ്മുടെ ഇപ്പോൾ ആ സ്ക്രീനിൽ കാണുന്നതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ജസ്റ്റ് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാവില്ല, നന്നായി സൂക്ഷിച്ച് നോക്കണം. അപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്കതൊന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ ഇങ്ങനെ കർവ് ഷേപ്പിലൊക്കെ ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് എടുത്തിട്ട് അതിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റാണ്. ടി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ താഴെയാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് നമുക്കതിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാം. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അതിൽ ബ്ലാക്ക് കളറാണ് വരിക. തന്നെ അവിടെ കളറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അടുത്ത ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് നമുക്ക് ഈ സെയിം പ്രോസസ്സിൽ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ബാക്കിയുള്ള ആപ്സിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ സൈസ് കറക്റ്റ് ചെയ്ത് തമ്പനെയിലിൻ്റെ സൈസ് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ പിക്ചേഴ്സ് ആഡ് ചെയ്യുക. നമുക്ക് വേണ്ട ഫോണ്ടും കാര്യങ്ങളും എഡിറ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം ഫോണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുക. താഴെ നമ്മുടെ മറ്റുള്ള ആപ്സിനെ അപേക്ഷിച്ചിട്ട് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കൂടുതലുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇതാണ് നമ്മൾ മലയാളത്തിലേക്ക് കീബോർഡ് മലയാളത്തിലാണ് ഞാൻ അടുത്ത് എഴുതിയിട്ടുള്ളത്. അലൈൻ സെൻറ്ററിലേക്കാണെങ്കിലും ഒക്കെ അലൈൻ ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളറിലാണ് വരിക നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുമ്പോൾ. ദെൻ നമുക്കതിൻ്റെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ താഴെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഫോണ്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്കതിൻ്റെ എഴുതിയ ലെറ്റേഴ്സിന് നമുക്കൊരു ഔട്ട്ലൈൻ കൊടുക്കുന്ന പോലെ സ്ട്രോക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കുകയും ചെയ്യാം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഞാനിത് അതിൻ്റെ കളറ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും
തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന കളേഴ്സ് ആയിരിക്കണം. നമ്മളൊരു സംഭവം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോട്ടോ ഫ്രെയിംസ് ഒന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് വീഡിയോസ് ഉണ്ടാകും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന കളേഴ്സ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ചേഞ്ചസ് കാണുന്നില്ല. നമ്മുടെ വ്യൂ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വേണം നമ്മൾ തമ്പനെയിൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്ക് ഈ എഴുതിയ സംഭവത്തിൻ്റെ തന്നെ ഒപ്പാസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്ട്രോക്ക് ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ കണ്ട ഒരു സർക്കിൾ ഷേപ്പിൽ സ്ട്രോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്കിത് ആ കളറ് മാറ്റിയിട്ട് നമുക്ക് സ്ട്രോക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. നമുക്ക് എത്ര തിക്നെസ് വേണോ ആ തിക്നെസ്സിൽ നമുക്ക് ആക്കി കൊടുക്കാം. അതുപോലെ നമുക്ക് അതിന് ഏത് കളറാണോ വേണ്ടത് ആ രീതിയിൽ നമുക്കതിൻ്റെ താഴെ തന്നെ കളറ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ കളറിൻ്റെ താഴെ ഗ്രേഡിയൻ്റ് ആയിട്ട് കാണാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഗ്രേഡിയൻ്റ് എന്നുള്ള ഒരു ഓപ്ഷനും അതിന് താഴെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിലും മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് സ്യൂട്ടബിളായിട്ടൊരു ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ളൊരു കളറാണ് ഞാൻ ആ ഒരു ലെറ്റേഴ്സിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ വീണ്ടും പ്ലസ് ബാറിൽ പോയിട്ട് അതിൻ്റെ താഴെയുള്ള ടെക്സ്റ്റിൽ ഞാൻ പോയിട്ട് ഒരു ടെക്സ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കൂടുതൽ സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലുള്ള 3 ബട്ടണില്ലേ അതിൽ പോയാൽ നമുക്കതിന് താഴെ എക്സ്പോർട്ട് ഇമേജ് എന്നുള്ളൊരു ഇതുണ്ടാവും. അതിൽ പോയിട്ട് നമുക്ക് സേവ് കൊടുത്താൽ സേവ് ടു ഗാലറി എന്നുണ്ടാവും. അതിലേക്ക് കൊടുത്താൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആകും. അങ്ങനെ നമുക്ക് തമ്പനെയിൽ ഗാലറിയിൽ പോയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തമ്പനെയിൽ ക്രിയേറ്റിംഗ് വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.